പുലർച്ചെ ഭഗവതി കാവൽ തൊഴുത്ത് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും മോളെ എന്നൊരു വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയത്. ചെറിയൊരു വിഷമവും നീരസവും നിറച്ചൊരു നോട്ടത്തോടെ ഭാസ്കര മാമ. മൂപ്പർക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ആ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്താ മാമ, രാവിലെ തന്നെ ഈ വഴിയിൽ എന്നെയും കാത്ത്? ഇങ്ങനെയൊരു പതിവില്ലാത്തതാണല്ലോ. തെല്ലൊരു ആശങ്കയോടെയായിരുന്നു എൻ്റെ ചോദ്യം. ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വന്നു. അല്ലെങ്കിലും വയസ്സാകുമ്പോൾ ചിലയിടത്തൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ പുകഞ്ഞ കൊള്ളിയാണല്ലോ. ഭാസ്കരൻ മാമൻ്റെ അർത്ഥം വെച്ചുള്ള സംസാരം കേട്ടപ്പോൾ കാര്യമത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. ഇതെന്താ പതിവില്ലാതെ വളച്ചു ചുറ്റിയൊക്കെ സംസാരിക്കുന്നത്? മാമൻ അറിയാമല്ലോ, കാര്യങ്ങൾ നേരെ ചൊവ്വേ പറയുന്നതാണ് എനിക്കിഷ്ടമെന്ന്. ശരി ദേവൂട്ടി, നേരെ ചൊവ്വേ തന്നെ മാമൻ കാര്യങ്ങൾ പറയാം. ലക്ഷ്മിയമ്മ ഇപ്പോൾ എന്നെ ഒരു പണിക്കും വിളിക്കുന്നില്ല. തേങ്ങ വെട്ടാനും പറമ്പ് കൊത്തി കിളയ്ക്കാനും ഒക്കെ ഏതോ പുറംപണിക്കാരെയാണ് വിളിക്കുന്നത്. സാറുള്ള കാലം മുതൽക്ക് തുടങ്ങിയ പതിവല്ലേ കുഞ്ഞേ. ഇതിപ്പോൾ കാര്യം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മാമൻ അമ്മയുടെ ഇക്കാര്യം നേരിട്ട് ചോദിച്ചില്ലേ? കഴിഞ്ഞ ആഴ്ച വൈകുന്നേരം നടക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ ചോദിച്ചതാ. പക്ഷേ ലക്ഷ്മിയമ്മ എന്നെ ഒന്ന് തറപ്പിച്ച് നോക്കി ഒന്നും മിണ്ടാതെ അങ്ങ് നടന്നുപോയി. മാധവൻ സാറിപ്പോൾ ഉണ്ടായിരുന്നേൽ എനിക്കിങ്ങനെ ഒന്നും വരില്ലായിരുന്നു. സങ്കടം നിറച്ച ശബ്ദത്തിൽ ഭാസ്കരൻ മാമ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും വിഷമമായി. മാമനെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുമ്പോഴും അമ്മയ്ക്കിത് എന്തു പറ്റിയെന്ന ചോദ്യമായിരുന്നു മനസ്സ് നിറയെ. വീട്ടിൽ ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിലിരുന്ന് അമ്മ പത്രവും കയ്യിൽ പിടിച്ച് ആഴത്തിലുള്ള വായനയിലാണ്. കയറി വന്ന പാടെ ചോദിച്ചാൽ ചിലപ്പോൾ നല്ലത് കേൾക്കും. അതുകൊണ്ട് അമ്മയൊന്ന് സോപ്പിടാൻ അടുക്കളയിൽ ചെന്ന് അമ്മയ്ക്കും എനിക്കും ഓരോ കപ്പ് കോഫിയും ഇട്ട് അതുമായി ഞാൻ അമ്മയുടെ മുന്നിലേക്ക് ചെന്നു. അമ്മയുടെ നേരെ കോഫി മഗ് നീട്ടിയതും ഇതൊരു പതിവില്ലാത്ത ശീലമാണല്ലോ എന്ന അർത്ഥത്തിൽ എന്നെ ഒന്ന് നോക്കി കോഫി ചുണ്ടോടടുപ്പിച്ചു. അമ്മ ഇപ്പോഴും വായനയിൽ തന്നെയാണ്. എൻ്റെ ക്ഷമ മെല്ലെ കെട്ടടങ്ങാൻ തുടങ്ങി. എന്താ ദേവു കാര്യം? നിനക്കെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എൻ്റെ മനസ്സ് വായിച്ചതുപോലെയായിരുന്നു അമ്മയുടെ ചോദ്യം. അത് പിന്നെ അമ്മേ, ഞാനിന്ന് കാവിൽ തൊഴുത്ത് തിരികെ വന്നപ്പോൾ നമ്മുടെ ഭാസ്കരൻ മാമയെ കണ്ടിരുന്നു. എന്നെ കണ്ടപ്പോൾ ആള് വല്ലാത്ത പരാതിയും സങ്കടം പറച്ചിലും. അമ്മ ഇപ്പോൾ മാമനെ പണിക്ക് വിളിക്കുന്നില്ലെന്നും പറഞ്ഞിട്ട്. ഓ, അതായിരുന്നോ കാര്യം? തികച്ചും ലാഘവത്തോടെയുള്ള അമ്മയുടെ ചോദ്യം കേട്ടതും എനിക്ക് ദേഷ്യം വന്നു. അതെന്താ അമ്മേ, അതത്ര നിസ്സാരമാണോ? അച്ഛനുള്ളപ്പോഴേ നമ്മുടെ ഒപ്പം ഉള്ള ആളല്ലേ. പാവം ഇപ്പോൾ ആകെ കഷ്ടപ്പാടാണെന്ന് തോന്നുന്നു. എൻ്റെ ദേവു, ഭാസ്കരനിപ്പോൾ ഒട്ടും വയ്യ. ചില ഹാർട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇനി കടുകട്ടി പണികളൊന്നും ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർ അവൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. അവൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ പിന്നെ അമ്മയ്ക്കുള്ള കാര്യമങ്ങ് മാമനോട് പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ട് വേണം അവൻ കള്ളം കുടിച്ച് ആ പാപം പിടിച്ച് രാധയെ തല്ലിക്കൊല്ലാൻ. അവനോട് ഇതിനെപ്പറ്റി ഒന്നും പറയരുതെന്ന് അവളെന്നോട് പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. ചിന്തിച്ചപ്പോൾ അമ്മ ചെയ്തതാണ് ശരിയെന്ന് തോന്നിയെങ്കിലും ഭാസ്കരൻ മാമനോട് ഇനി ഞാൻ എന്തു പറയുമെന്ന് ഓർത്തായി എൻ്റെ ആധി. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയോടെ ഞാൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിലും അവനിപ്പോൾ അത്ര ദാരിദ്ര്യമൊന്നും ഇല്ല എൻ്റെ ദേവു. ഹരി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൻ്റെ അച്ഛനും അമ്മയും കടം കയറി ആത്മഹത്യ ചെയ്തപ്പോൾ അവനെയും അവൻ്റെ അനിയത്തിയും നോക്കിയത് ഭാസ്കരനും രാധയുമായിരുന്നല്ലോ. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സ്വന്തം മകൾക്കൊപ്പം ആ കുഞ്ഞുങ്ങളെയും അവർ വളർത്തി വലുതാക്കിയില്ലേ. ആ നന്ദിയും കടപ്പാടും അവന് മരണം വരെ ഉണ്ടാകും. ഹരിയുടെ പേര് കേട്ടതും എനിക്കെന്തോ വല്ലാത്ത വെറുപ്പായി. അവിടുന്ന് എഴുന്നേറ്റ് പോയാലൊന്ന് തോന്നിപ്പോയി. ഹരിക്ക് പിന്നെ ഭാസ്കരനെ ഒറ്റ കാര്യത്തിൽ ഇഷ്ടമില്ലാതെയുള്ളൂ, അവൻ്റെ ഒടുക്കത്തെ കള്ളുകൂടി. വീട് വെച്ച് അവൻ അവിടെ നിന്ന് മാറിയെങ്കിലും ചിലവിനുള്ളത് അവൻ അവിടെ എത്തിക്കുന്നുണ്ടെന്നാണ് രാധ പറഞ്ഞത്. അമ്മയ്ക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? പൊട്ടിത്തെറിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. നിനക്ക് എന്താ ദേവു, ഭ്രാന്ത് പിടിച്ചോ? ഒരു കാലത്ത് നിനക്ക് അവനെക്കുറിച്ച് എത്ര കേട്ടാലും പറഞ്ഞാലും മതിയാകുകയില്ലായിരുന്നല്ലോ. എന്ന് മുതൽ അവൻ നിനക്ക് ഇത്രയും വെറുക്കപ്പെട്ടവനായത്? കഴിഞ്ഞതൊക്കെ അമ്മ ഇത്ര പെട്ടെന്ന് മറന്നോ? അതോ അമ്മ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണോ? എൻ്റെ ശബ്ദം ദേഷ്യം കൊണ്ട് വല്ലാതെ വിറച്ചിരുന്നു. ഞാനൊന്നും മറന്നിട്ടില്ല. നീ പറയുന്നത് പോലുള്ള തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് നിമിഷം വരെ തോന്നിയത്. ഹരിയെ അമ്മ ന്യായീകരിക്കുന്നത് കേട്ടപ്പോൾ എനിക്കൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കലിതുള്ളി ആക്രോശിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അല്ലെങ്കിലും മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് എല്ലാ കുടുംബത്തിലും കാണും ഇതുപോലൊരെണ്ണം. സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയ കാലം മറന്നു. അവളുടെ ഒടുക്കത്തെ ജനസേവനം കാരണം മനുഷ്യനിപ്പോൾ സൗര്യവും സ്വസ്ഥതയുമില്ല. അമ്മ പറഞ്ഞതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അമ്മയൊന്ന് തറപ്പിച്ച് നോക്കി ഞാൻ നേരെ നടന്നു. റൂമിലെത്തിയതും ഡോർ ലോക്ക് ചെയ്ത് സങ്കടം കൊണ്ട് ഞാൻ നേരെ ബെഡിലേക്ക് വീണു. അമ്മ പറഞ്ഞതൊക്കെ എത്ര ശരിയാണ്. ഒരിക്കൽ ഹരി എൻ്റെ എല്ലാമായിരുന്നു. അവനോടുള്ള പ്രണയമൂത്താണ് ഞാൻ LLBക്ക് അവൻ്റെ കോളേജിൽ ചേരുന്നത്. വെറുതെ അങ്ങ് ജീവിച്ച് മരിച്ചാൽ പോരെ ദേവു. സമൂഹത്തിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടേ ഈ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെടാവൂ എന്നെന്നെ പഠിപ്പിച്ച എൻ്റെ ഹരി.
അവൻ്റെ സ്വഭാവവും വിപ്ലവം നിറച്ച അവൻ്റെ ചിന്തകളും പ്രസംഗങ്ങളുമാകാം ഒരു പക്ഷേ എന്നെ ആരുടെ മുന്നിലും തോൽപ്പിക്കാത്തവളാക്കി മാറ്റിയത്. പക്ഷേ എല്ലാം എത്ര വേഗമാണ് കീഴ്മേൽ മറിഞ്ഞത്. 5 വർഷങ്ങൾക്ക് മുൻപുള്ള ആ രാത്രി ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. നാട്ടിലൊരു വായനശാല തുടങ്ങുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാനും ഹരിയും രാജീവും വേണിയും ഉബൈദും കുറുപ്പ് സാറിൻ്റെ വീട്ടിൽ ഒത്തുകൂടിയത്. ചർച്ച കഴിഞ്ഞപ്പോൾ ഏകദേശം 12 മണിയായി. ഞാനും ഹരിയും എല്ലാവരോടും യാത്ര പറഞ്ഞ് വയലിൻ്റെ സൈഡിലൂടെയുള്ള കട്ട് റോഡിലൂടെ സ്കൂട്ടറിൽ പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തത്. അവളുടെ പിന്നാലെ ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 1-2 പേരുമുണ്ടായിരുന്നു. ഞങ്ങളെ കണ്ടതും അവർ പിന്തിരിഞ്ഞോടിപ്പോയി. അവളുടെ സാരിയും ബ്ലൗസും എല്ലാം കീറിപ്പറഞ്ഞ നിലയിലായിരുന്നു. 2 കൈകളും കൊണ്ട് അവൾ തൻ്റെ അർദ്ധമേനി മറയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഷോൾ കൊണ്ട് അവളെ പുതപ്പിച്ച് നിർത്തിയത്. ഭയം കൊണ്ട് അവളൊന്ന് മിണ്ടാൻ ശ്രമിച്ചെങ്കിലും വാക്കുകളൊന്നും പുറത്തേക്ക് വന്നില്ല. ഒടുവിൽ ഏറെ നിർബന്ധിച്ചാണ് അവൾ തൻ്റെ പേര് ഉമയാണെന്ന് ഞങ്ങളോട് പറഞ്ഞത്. ഒരു നടുക്കത്തോടെ അവൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു നിന്നു. നാട്ടിലെ ലെതർ കമ്പനി മുതലാളിയായ രാജീവ് മേനോൻ ഓവർ ടൈമിൻ്റെ പേരും പറഞ്ഞ് അവളെ കമ്പനിയിൽ പിടിച്ചു നിർത്തിയതും ഒടുവിൽ അയാൾ അവളെ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതുമെല്ലാം ഞങ്ങൾ ശ്വാസമടക്കി കേട്ടു നിന്നു. ഒടുവിൽ ഞങ്ങൾ അവളെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് ഫയൽ ചെയ്തു. ഹിയറിങ്ങിന് 1 ആഴ്ച മുൻപാണ് ഹരിക്ക് ഗൾഫിലേക്ക് പോകാനുള്ള വിസ വന്നത്. ഈ അവസ്ഥയിൽ പോകരുതെന്ന് ഞാൻ അവൻ്റെ കാല് പിടിച്ച് പറഞ്ഞതാണ്. പ്രാരാബ്ധത്തിൻ്റെയും കെട്ടുപാടുകളുടെയും കണക്കുകൾ പറഞ്ഞ് അവനെൻ്റെ എതിർപ്പുകളെല്ലാം അവഗണിച്ച് കടൽ കടന്നു. സാക്ഷിമൊഴി ദുർബലമാണെന്ന കാരണം കൊണ്ട് ഞങ്ങൾ കേസ് തോറ്റു. ജേതാവിനെ പോലെ എൻ്റെ മുന്നിലൂടെ ഒരു ഇളിച്ച ചിരിയുമായി കടന്നുപോയ രാജീവ് മേനോൻ്റെ മുഖം ഇന്നും എൻ്റെ കൺമുന്നിലുണ്ട്. കേസ് തോറ്റത്തിൻ്റെ അപമാനഭാരത്താൽ ഒരു മുഴം കയറിൽ ഉമ്മ തൻ്റെ ജീവിതം അവസാനിപ്പിച്ചതറിഞ്ഞ് വല്ലാത്തൊരു ഞെട്ടലോടെയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. വിറങ്ങലിച്ച് മരവിച്ച അവളുടെ നെറ്റിയിൽ അന്തിച്ചുംബനം നൽകുമ്പോൾ രാജീവ് മേനോനേക്കാൾ ഞാൻ വെറുത്തു പോയത് ഹരിയായിരുന്നു. ഹരി ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അന്ന് മനസ്സിൽ നിന്നും പടിയിറക്കി വിട്ടതാണ് ഹരിയെയും അവൻ്റെ ഓർമ്മകളെയും. ഓരോന്നോർത്തുകൊണ്ട് നേർത്തൊരു വിതുമ്പലോടെ ഞാൻ എപ്പോഴും ഉറങ്ങിപ്പോയി. സീനിയർ ലോയർ അഡ്വക്കേറ്റ് പ്രഭാകരൻ സാറിൻ്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടോ? 1 ആഴ്ചത്തെ മൗനവ്രതത്തിന് ശേഷമായിരുന്നു അമ്മയുടെ ചോദ്യം. പ്രഭാകരൻ സാറിൻ്റെ പേര് കേട്ടതും ഉള്ളിലൊരു കുളിര് പെയ്തതുപോലെ. കോടതി മുറികളിലെ ഗർജിക്കുന്ന സിംഹമാണ് പ്രഭാകരൻ സാറ്. അദ്ദേഹത്തിന് ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുക എന്നത് എന്തോ ഉള്ള തൻ്റെ സ്വപ്നമാണ്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. പഠിത്തം കഴിഞ്ഞ് ലോങ് ബ്രേക്ക് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരല്പം നിരാശയോടെ ഞാൻ അമ്മയോട് പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ട. താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് നാളെ തന്നെ അവിടെ ജോയിൻ ചെയ്യാം. പിന്നെ നിന്റെ ശത്രു ഹരി അവിടെയുണ്ട്. ഇനിയിപ്പോൾ അത് നിനക്കൊരു പ്രോബ്ലം ആകുമോ? ഹരിയുടെ പേര് പറഞ്ഞ് ഇങ്ങനെയൊരു അവസരം തള്ളിക്കളയാൻ എനിക്കെന്തോ തോന്നിയില്ല. എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ പഠിച്ചു നേടിയ നിയമത്തിൻ്റെ കറുത്ത കോട്ട് അണിയുന്നതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസം രാവിലെ റെഡിയായി നിൽക്കുന്ന എന്നെ കണ്ടതും അമ്മയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ തിരയിളക്കം മിന്നി മറയുന്നത് ഞാൻ കണ്ടു. 9 മണിയോടെ ഞാൻ പ്രഭാകരൻ സാറിൻ്റെ ഓഫീസിലെത്തി. കോടതിയുടെ കുറച്ചകലെ മെയിൻ റോഡിൻ്റെ സൈഡിലായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ്. അരമണിക്കൂർ പിന്നിട്ടപ്പോൾ ഓരോരുത്തരായി വരാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ ഹരിയെ കണ്ടതും ഞാൻ ചെറുതായൊന്ന് അസ്വസ്ഥയായി. 10 മണിയോടെ പ്രഭാകരൻ സാറും എത്തി. ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഫയൽ അദ്ദേഹത്തിന് നേരെ നീട്ടുമ്പോൾ മാധവൻ സാറിൻ്റെ മകളല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. വല്ലാത്തൊരമ്പരപ്പോടെ ഞാൻ അദ്ദേഹത്തെ ഉറ്റുനോക്കി. 4 പേരായിരുന്നു പുതുതായി ജോയിൻ ചെയ്തത്. ഓരോ കാര്യങ്ങൾ ഡീറ്റെയിലായി പറഞ്ഞു തന്നിട്ട് അദ്ദേഹം ഹിയറിങ്ങിനായി കോർട്ടിലേക്ക് പോയി. ഉച്ചയോടെ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഹരി എൻ്റെ മുന്നിലെത്തിയത്. ഞാനിവിടെ ഉള്ളത് കൊണ്ട് ദേവു വരില്ലെന്നാണ് ഞാൻ കരുതിയത്. ഹരിയുടെ മനസ്സിൽ ഇപ്പോഴും എന്നോടുള്ള പഴയ സ്നേഹമുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി. നീ ഇവിടെ ഉള്ളതും ഇല്ലാത്തതുമൊക്കെ എനിക്കിപ്പോൾ ഒരുപോലെയാണ്. ഞാൻ ഇവിടെ വന്നത് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യാനാണ്. ഹരിയെ തീർത്തും അവഗണിക്കുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞത്. നീയൊന്നും മറന്നിട്ടില്ലെന്ന് എനിക്കറിയാം ദേവു. ഉമ്മയുടെ ആത്മഹത്യ അറിഞ്ഞപ്പോൾ ഞാൻ ആകെ നടുങ്ങിപ്പോയി. അറിഞ്ഞോ അറിയാതെയോ എനിക്കും അതിലൊരു പങ്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ സാക്ഷിമൊഴി കൊടുത്താലും നമ്മൾ ആ കേസ് തോൽക്കുമായിരുന്നു. അത്രയ്ക്കും പ്രബലനാണ് രാജീവ് മേനോൻ എന്ന 3rd റേറ്റ് ഗുണ്ട. സ്വയം ന്യായീകരിക്കുന്ന ഹരിയെ കണ്ടപ്പോൾ ഉള്ളിൽ എവിടെയോ അടക്കി വെച്ച ദേഷ്യവും വെറുപ്പും മെല്ലെ പുറത്തേക്ക് വരാൻ തുടങ്ങി. കഴിഞ്ഞതൊന്നും വീഴുപ്പലക്കാൻ ഞാനില്ല ഹരി, നിസ്സംഗതയോടെ ഞാൻ പറഞ്ഞു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇപ്പോഴും നീ ഉണ്ട് ദേവു. ഒരിക്കലും മറക്കാനോ മറ്റൊരു ജീവിതം തേടാനോ ഈ ജന്മം എനിക്ക് കഴിയില്ല. അവൻ്റെ വാക്കുകൾ എൻ്റെ ഉള്ളം പൊളിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നിന്നോടൊന്നും വെറുപ്പ് മാത്രമേ ഉണ്ടാകൂ.
എന്നെ കാത്തിരുന്ന് നീ നിന്റെ നല്ല ജീവിതം കളയരുത്. നിന്നെ ആവശ്യമുണ്ടായിരുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അന്ന് നീ എന്നെ ഒറ്റയ്ക്കാക്കി കടന്നു കളഞ്ഞു. ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഇനി നീ എന്നെ ശല്യപ്പെടുത്താനായി എൻ്റെ മുന്നിലേക്ക് വരരുത്. ആ ഒരു അപേക്ഷ പോലെ ഞാനത് ഹരിയോട് പറഞ്ഞതും ഉള്ളിലൊതുക്കി വെച്ച സങ്കടം പുറത്തേക്ക് ഒഴുകുമോ എന്ന ഭയമായിരുന്നു എനിക്ക്. ദേവു, കഴിഞ്ഞതൊക്കെ മറന്ന് പഴയതുപോലെ നമുക്കിനി വീണ്ടും സ്നേഹിച്ചുകൂടെ? നീയില്ലാതെ പറ്റില്ലടാ എനിക്ക്. വല്ലാത്തൊരു ഇടർച്ചയോടെയാണ് അവനത് പറഞ്ഞത്. ആ കണ്ണുകളിലേക്ക് നോക്കാൻ ഞാനപ്പോൾ വല്ലാതെ ഭയപ്പെട്ടു. ഇല്ല ഹരി, ആ ഓർമ്മകളൊക്കെ എന്നോ എന്നിൽ നിന്നും വേർപെട്ടു പോയതാണ്. ഇനി നമ്മുടെ ഇടയിൽ കഴിഞ്ഞുപോയ പ്രണയത്തിൻ്റെ അവശേഷിപ്പുകളൊന്നുമില്ല. എന്ത് പറയണമെന്നറിയാതെ തരിച്ചു നിൽക്കുകയായിരുന്നു ഹരി അപ്പോൾ. ശൂന്യമായ മനസ്സോടെ ആരും കാണാതെ ഉറക്കെയൊന്ന് പൊട്ടിക്കരയാൻ കുതിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്നും ധൃതിയിൽ നടക്കുമ്പോഴും വാഴയിലയിൽ വിരിച്ചു കിടത്തിയ ഉമ്മയുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന അവരുടെ അമ്മയുടെയും കുഞ്ഞാങ്ങളുടെയും ദൈന്യത നിറഞ്ഞ മുഖം മാത്രമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ. അവളുടെ ഉടലിൻ്റെ തണുപ്പ് അപ്പോഴും എൻ്റെ ഓർമ്മകളെ മരവിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.